പഴയ കാലത്ത് എൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠൻ ഒരു മൂത്താപ്പ ഇടയ്ക്കിടെ ഏതാണ്ട് 1940കളിലോ ഒക്കെയായി ഈ വണ്ടി ഓടിച്ചിരുന്നൊരു കാലത്ത് അദ്ദേഹത്തിൻ്റെ ഉപയോഗിച്ചിരുന്ന ഈ വണ്ടിയുടെ കാര്യത്തെക്കുറിച്ച് പറയുമായിരുന്നു. ബസ് എന്ന് പറഞ്ഞാൽ എന്തോ സംഗതി ഇട്ടിട്ട് ഇങ്ങനെ കറക്കി കുറേ നേരം കറക്കി ഇങ്ങനെ പൊക്കിയെടുത്ത് സ്റ്റാർട്ടാക്കി എടുക്കുന്ന പോലെ. ഇപ്പോൾ സാമൂഹ്യ മാധ്യമത്തിലും വാർത്താമാധ്യമത്തിലും ഒക്കെ പ്രത്യേകിച്ച് 2 ചാനലുകൾ, അതായത് ഏഷ്യാനെറ്റും നമ്മുടെ 24 ന്യൂസും ഇങ്ങനെ വല്ലാണ്ട് പിന്നാലെ നിൽപ്പുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് മീഡിയ വണ്ണും ഇങ്ങനെ വെള്ളം തിളപ്പിച്ച് ഈ പറയുന്ന പോലെ ചെമ്പൊക്കെ തിളപ്പിച്ച് നിർത്തിയേക്കുക. എന്തിനാണെന്നറിയോ? ഷാഫിയെ കൂടി ഒന്ന് തെള്ളിയിട്ട് അറുത്ത് ഒരു ബിരിയാണി വെക്കാനുള്ള മോഹത്തിന്. ദേ ഏഷ്യാനെറ്റിലെ നമ്മുടെ സുരേഷ് കുമാറിൻ്റെ ആ മനോഹരമായ തൊട്ടിലാട്ടിയുള്ള അതും ആ പാചകവും ഒന്ന് കേൾക്കണേ. പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് ഷാഫി പറമ്പിൽ വടകര സ്ഥാനാർത്ഥിയായപ്പോഴാണ്. പാലക്കാടിനെ കോൺഗ്രസിന് ഏറ്റവും വളക്കൂറുള്ള മണ്ണാക്കി മാറ്റിയതിൽ ഷാഫിയുടെ പങ്ക് ചെറുതല്ല. ഈ സമീപകാലത്ത് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഇത്രമാത്രം ജനങ്ങളുടെ ഹൃദയത്തിൽ സ്വാധീനം ഉറപ്പിച്ച ഒരു വ്യക്തി വേറെ ഉണ്ടായിട്ടുമില്ല. ആ ഷാഫിയുടെ പ്രചരണവും ഷാഫിയുടെ പിന്തുണയും തന്നെയാണ് രാഹുലിന്റെ മിന്നും ജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി നിന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ കേസിൽ കുടുങ്ങിയപ്പോൾ ആരോപണങ്ങൾ രാഹുലിനെക്കാട്ടിലും ശക്തിയോടെ പലരും എയ്തത് ഷാഫി പറമ്പിലിന്റെ നേർക്കാണ്. ഇന്നലെ ഈ പാർട്ടി നടപടി വന്നതിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ ഷാഫിയുടെ ഒരു പ്രതികരണമുണ്ട്. ഒരു പാർട്ടിയും എടുക്കാത്ത നടപടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് എടുത്തതെന്ന് ഷാഫി പറമ്പിൽ പറയുന്നു. ഇതുമായി ബന്ധപ്പെടുത്തി തന്നെ കുറിച്ച് പറയുന്നതിന്റെ കാര്യം എല്ലാവർക്കും അറിയാം, അതിലൊന്നും പ്രയാസമില്ലെന്നും ഷാഫി പറമ്പിൽ. അത് രാഷ്ട്രീയമായിട്ട് പിന്നെ എന്നെ പറയുന്നതിന്റെ കാര്യം കാരണം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതവിടെ പറഞ്ഞോട്ടെ. പിന്നെ അതിനകത്തൊന്നും എനിക്ക് പ്രയാസമില്ല. ഞാൻ അവര് പറഞ്ഞത് കേൾക്കാനും തയ്യാറാണ്, മൂക്ക് പൊളിച്ചാൽ അതിനും തയ്യാറാണ്. പക്ഷെ ഒരു കാര്യം പറയേണ്ടത് ഞാൻ പറയാതിരിക്കും എന്നാരും ധരിക്കേണ്ടതുമില്ല എന്നുള്ളത് സ്നേഹത്തോടെ പറയാൻ വേണ്ടി ചെയ്യേണ്ടതും പറയേണ്ടതും നമ്മൾ നമ്മുടെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകും. അപ്പൊ രാഹുലിനെ ചൂണ്ടി എന്നെ ഭയപ്പെടുത്തണ്ട എന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. എന്തുകൊണ്ടാണ് ഷാഫിക്ക് നേർക്ക് ഈ വിമർശനമെല്ലാം വരുന്നതെന്ന് ചോദിച്ചാൽ അതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് കാരണം എങ്ങനെയാണ് രാഹുൽ ഷാഫി ബന്ധം കണ്ടിരുന്ന രാമലക്ഷ്മണന്മാരെ പോലെ അടുപ്പമുണ്ടായിരുന്നവരാണ്. വ്യക്തിപരമായി ഒരു മാതൃകാ സൗഹൃദമായി എല്ലാവരും അതിനെ വാഴ്ത്തപ്പെട്ടതാണ്. 2018 രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. 2018 ഫെബ്രുവരി 12-നാണ്. അതിങ്ങനെയാണ്: ഒരു തെറ്റ് പറ്റിയാൽ മനസ്സിലൊരു കോൺഫിഡൻസ് ഉണ്ട്. നിറയെ വഴക്കു പറഞ്ഞിട്ട് തിരുത്തി തരാൻ ഒരു ഫോൺ കോളിനപ്പുറത്ത് ഷാഫിക്കയുണ്ട്. ചുവട് തെറ്റിയൊന്ന് വീഴുമ്പോൾ ചേർത്ത് പിടിച്ച് കൂടെ നിർത്താനും ഇക്കയുണ്ട്. ഒരു നേതാവിനപ്പുറം ജ്യേഷ്ഠനായി തമാശ പറഞ്ഞും കളിയാക്കിയും വിഷമങ്ങൾ കേട്ടും ശാസിച്ചും ശാസനയ്ക്കൊടുവിൽ ഒന്ന് വിഷമിച്ചിരിക്കുമ്പോൾ പോട്ടെ സാരമില്ല എന്ന് പറഞ്ഞും എന്റെ ഇക്ക കൂടെയുണ്ട്. അതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് ഷാഫി പറമ്പിൽ. ഷാഫി ഇന്നലെ പറഞ്ഞത് വ്യക്തിപരമല്ല, രാഷ്ട്രീയമാണ് സൗഹൃദമാണ്. പക്ഷെ രാഷ്ട്രീയത്തിൽ അപാരമായ ആർക്കും അസൂയ തോന്നുന്ന സൗഹൃദമായിരുന്നു. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ നിയമക്കുരുക്കിൽപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ആരോപണങ്ങളുടെ ശരം മുഴുവൻ ചെന്ന് തറയ്ക്കുന്നത് ഷാഫിയുടെ നേർക്കാണ്. ഷാഫി ഒരു മരുന്നുള്ള നേതാവായതുകൊണ്ടാണെന്നുള്ളതിന്റെ രാഷ്ട്രീയം. പക്ഷെ അതുകൊണ്ട് തന്നെ തളർത്തണ്ട എന്നുള്ള ഷാഫി പറമ്പിലിന്റെ മറുപടിയുമാണ് കേട്ടത്. ഇത് കേട്ടാൽ എന്തു തോന്നും? നിങ്ങൾക്കൊക്കെ എന്തു തോന്നി? സുരേഷ് കുമാറിൻ്റെ ആ വർത്താനം ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്ന് വെച്ചാൽ ഷാഫി പറമ്പിൽ ഭീഷണിപ്പെടുത്തിയൊന്നുമില്ല. പുള്ളി ആ പറഞ്ഞ കാര്യം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ പുള്ളിയെയാണ് കുറച്ച് ദിവസങ്ങളായി ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നത്. ഈ കേരളത്തിൽ ഒരുപാട് ആളുകൾക്ക് ആത്മസൗഹൃദങ്ങളില്ലേ? പത്മകുമാർ ജയിലിൽ കിടക്കുന്നു. പത്മകുമാറിൻ്റെ കൂട്ടുകാരൻ ആരാണ്? പത്മകുമാറിനെ കൊണ്ടു നടന്നതാരാണ്? വളർത്തിക്കൊണ്ടുവന്നതാരാണ്? അവർക്കിതിൽ പങ്കുണ്ടെന്ന രീതിയിൽ ആരെങ്കിലും വീഡിയോ ചെയ്യുന്നോ? രാജിവെക്കണമെന്ന് പറയുന്നോ? പണ്ട് ആർ ബാലകൃഷ്ണപിള്ള ജയിലിൽ കിടന്നു. ആർ ബാലകൃഷ്ണപിള്ളയ്ക്ക് ഒരുപാട് മിത്രങ്ങളില്ലേ? എന്നിട്ട് ആരെങ്കിലും രാജിവെക്കണമെന്ന് പറഞ്ഞോ? അങ്ങനെ എത്രയോ ആളുകൾക്ക് നേരെ ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ വന്നു. എന്നിട്ട് ആരെങ്കിലും രാജിവെക്കണമെന്ന് പറഞ്ഞോ? പക്ഷേ ഷാഫിയുടെ കാര്യം വരുമ്പോൾ മാത്രം എന്താ ഈ പ്രശ്നം? അതിലേക്ക് എത്തിക്കാനുള്ള ഒരു പണിയുടെ ഭാഗമാണ് ഇപ്പം ഈ നടക്കുന്നതിൻ്റെ ഒന്നാമത്തെ ഭാഗത്തിൽ. ഷാഫി ഭയങ്കരമാണ്, ഹൃദയം കവർന്ന നേതാവാണ്, ജയിച്ചു വന്നപ്പോൾ സമാനതകളില്ലാതെ ജയിച്ച ആളാണ്, മരുന്നുള്ള ആളാണ്, മറ്റേതുള്ള ആളാണ്, മന്ത്രമുള്ള ആളാണ്. ഈ സംഗതിയൊക്കെയാണ് പറഞ്ഞു വെച്ചത്. യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയത്തിൽ പല ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും ഉള്ള നേതാക്കൾ പലതരത്തിലുള്ള സെക്കുലർ കോംബോ നെറ്റ്വർക്ക്സ് ഉണ്ടാക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഉമ്മൻചാണ്ടി സാറിൻ്റെ സ്വന്തമായിട്ട്
ഒരു കാലത്ത് തിരുവഞ്ചൂരുണ്ട്, പിന്നെ അതുപോലെ തന്നെ PC വിഷ്ണുനാഥുണ്ട്. അങ്ങനെ അദ്ദേഹം ചൂസ് ചെയ്യുമ്പോൾ വ്യത്യസ്ത കമ്മ്യൂണിറ്റിയിൽ നിന്ന് വ്യത്യസ്ത ആൾ, ലതിക സുഭാഷ് അദ്ദേഹത്തിൻ്റെ ക്ലോസ് സർക്യൂട്ടിലുള്ള ഒരാളാണ്. അങ്ങനെ ഒരു 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 അതിന് ചേരുന്ന ഒരു മുന്നണി, ഒരു സമവാക്യം ഇതിനകത്തുണ്ടാക്കിയെടുക്കും. കരുണാകരനും ഉണ്ടായിരുന്നു അങ്ങനെ. ഒരുപാട് നേതാക്കൾക്കുണ്ട്. ഇപ്പം പിന്നെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു സൗഹൃദ വലയം, അദ്ദേഹവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു അഡ്വൈസറി ഗ്രൂപ്പും ആ ലിങ്കും ഒക്കെ എടുത്ത് നോക്കിയാൽ അതിൽ പല കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർ കാണും. അത് ആ നെറ്റ്വർക്കിൻ്റെ ഭാഗമാണ്. ഈ പറയുന്ന ഷാഫി ഇവരെ ഒന്ന് വീഴ്ത്തണം, ഒന്ന് തെള്ളിയിടണം എന്നാഗ്രഹിച്ച് എന്തോ ഒരാഗ്രഹമാണ്. സ്വാഭാവികമായി തെറ്റ് ചെയ്തെങ്കിൽ വീണോട്ടെ, അതിന് കുഴപ്പമില്ല. ഇത് അതിന് മുമ്പ് തന്നെ അതിൻ്റെ പരിശ്രമങ്ങളും അതിൻ്റെ ഏർപ്പാടുകളും ഒക്കെ നടത്തുകയാണ്. പിന്നെ കഴിഞ്ഞ ദിവസം ഒരാൾ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ വാട്സപ്പ് സന്ദേശം അയച്ചു, അയാൾ പറ്റത്തില്ല എന്ന്. എന്നിട്ട് ഷാഫി മിണ്ടിയില്ല. ഈ മലയാളികളുടെ ഫോണിലെ വാട്സപ്പ് നമ്പറുകൾ മുഴുവൻ എടുത്തു നോക്കിയാൽ ഈ മെസ്സേജ് മൊത്തം എന്തിനാ? മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ അറിയാമല്ലോ ആരെ എടുക്കുന്നത് ആർക്കാണ് ഇഷ്ടം. ആരെയെങ്കിലും എടുക്കുന്ന മലയാളികളായിട്ടുള്ള ആർക്കെങ്കിലും ഇഷ്ടമാണോ? എടാ, ഒരു പഞ്ചായത്തിൽ സ്ഥാനാർത്ഥിയാക്കാൻ പോകുമ്പോൾ എത്ര വാട്സപ്പ് മെസ്സേജ് വരുമെന്നറിയോ? അവൻ വലിയ കുഴപ്പമോ, അവൻ അഹങ്കാരിയാണ്, അവൻ ഭീകരവാദിയാണ്, അവൻ അഴിമതിക്കാരനാണ്, അവൻ പെണ്ണുപിടിയനാ, ഇങ്ങനെ എന്തെല്ലാം വരും. അതെല്ലാം രാഷ്ട്രീയ തീരുമാനങ്ങൾക്ക് എന്തെങ്കിലും കാരണമാകാറുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കേ. അപ്പോൾ ഇതിനൊക്കെ നൽകുന്ന പ്രചാരണം എന്താ? എവിടെയാണ്, ഏത് പാർട്ടിയിലാണ് ഈ കൊതിയും നുണയും ഇങ്ങനെ ഈ പറയുന്ന വാട്സപ്പ് മെസ്സേജും, അല്ലെങ്കിൽ ഒരുത്തനെ ആരെങ്കിലും കയറിപ്പോകുന്നെങ്കിൽ ആരാ പണി വാങ്ങിക്കാതെ കയറിപ്പോകുന്നത്? ഏത് പാർട്ടിയിൽ? അപ്പോൾ ഒരാളിനെ എന്താ പറയുന്നത്, ഏതെങ്കിലും ഒരു MLA സ്ഥാനം കൊടുക്കാൻ പോകുമ്പോൾ അയാൾ MLA ആയിട്ട് വന്ന് സ്ഥാനാർത്ഥിയായി വന്ന് നിൽക്കുന്നത് തന്നെ അയാളുടെ പാർട്ടിയിലെ ഒരുപാട് പേരെ തോൽപ്പിച്ച, ഒരുപാട് പേരുടെ മെസ്സേജ് മറികടന്ന, ഒരുപാട് പേരുടെ ആപ്പ് മറികടന്ന, പാരയടി മറികടന്ന, അതൊക്കെയല്ലേ സത്യം. അപ്പോൾ അതിലേക്ക് എങ്ങനെയെങ്കിലും ഈ പറഞ്ഞ ഷാഫിയെ ഒന്ന് കൊണ്ടുവന്ന് തളയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നത് കണ്ടപ്പോൾ ഈ വാർത്തകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, അതാണ് ഇന്നലെയും പറയുന്നതാണ്ട് ചോദിച്ചപ്പോൾ ആ ഭാഗത്തിന് മാത്രം ഉത്തരം പറഞ്ഞില്ല. ഏത് ഭാഗത്തിന്? ഷഹനാസ് അയച്ച വാട്സപ്പ് മെസ്സേജിനെ കുറിച്ച് ഉത്തരം പറഞ്ഞില്ല. വാട്സപ്പ് മെസ്സേജിലാണോ ഒരു രാഷ്ട്രീയ തീരുമാനം എടുക്കുന്നത്? ഒരാൾ ഇപ്പോൾ പറയുക അവൻ വലിയ കുഴപ്പക്കാരനാണ്, അല്ലെങ്കിൽ ഫേസ്ബുക്കിലെ കമൻ്റ് എഴുതുന്നതുകൊണ്ടാണോ ആളുകളെ വിലയിരുത്തുന്നത്? കഷ്ടം.